കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കാം, കൊല്ലം സുധിയുടെ ഭാര്യയായ നിന്നെ ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം എന്താണ് എന്ന ഒരു മനോഭാവത്തിൽ ഇവളെന്തോ വലിയ സിനിമാ നടിയായോ, ഇവളങ്ങ് വല്ലതായോ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഈ മനോഭാവം, ജനത്തിന് ഇവരോട് തോന്നിയൊരു വിരോധം സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് മാറുന്നു. ആ നെഗറ്റീവ് ഇവർക്കൊരു റീച്ചായിട്ട് മാറുന്നു. ആ റീച്ചിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഓൺലൈൻ മാധ്യമങ്ങളും തീരുമാനിക്കുന്നു. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇവരെ ഇങ്ങനെ കൊണ്ടു നടന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചു. സമൂഹം മുഴുവൻ ഇവരെ പരിഹസിക്കുമ്പോഴും ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആ റീച്ച് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കടന്നപ്പോൾ അവർക്ക് ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ അപ്പോഴത്തേക്ക് ഇവർ മേക്കപ്പ് ഇടുന്നു തുടങ്ങി. ഇവർക്കിടെ നീ ആരാ സുന്ദരിയാവാൻ ഇവിടെ? ഇപ്പം ജനത്തിനതൊന്നും ഇഷ്ടമല്ല. സുന്ദരിയാണെങ്കിൽ ഇപ്പൊ സെറീന ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. രേണു സുധി അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതിപ്പോ ആരുടെയും കുഴപ്പമല്ല. അത് ഭയങ്കര വണ്ണമുള്ള ഒരാൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി നമുക്ക് എന്തോ തോന്നുന്നു എന്ന് പറയുന്ന ഇതിനകത്തൊക്കെ വ്യത്യസ്തതകളുണ്ട്. എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു റീഡിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ അതിൻ്റെ പേരിൽ പരിഹാസം, അപ്പോൾ അതായത് സമൂഹം ഇവരെ പരിഹസിച്ചതും അതിലൂടെ കിട്ടിയ കണ്ടന്റും അതിലൂടെ കിട്ടിയ നെഗറ്റീവുമാണ് രേണു സുധി എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ പലർക്കും സുപരിചിതയാക്കി മാറ്റിയത്. അല്ലാതെ രേണു സുധി സ്വയം സൃഷ്ടിച്ച കണ്ടന്റ് എത്താം.